ഞാൻ ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കണ്ട ഈ ഒരു മുറി ചെറുനാരങ്ങ, ഈ ഒരു 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 കപ്പിൽ വെള്ളം, അത്രയും വേണ്ടു, കുറച്ച് ചെറിയ ഇതാണ്. ഇതേപോലെ ഒരു 500 തൈരും വേണ്ട, അത് ഞാൻ അടിച്ചിട്ട് കൊണ്ടുതന്നെയാണ്. ഇത് എല്ലാം കൂടി എടുത്തിട്ടെന്നാ വേണ്ടി വെച്ചാൽ കരിവേപ്പിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ മഴക്കാലം വരുന്നത് കൊണ്ട് എന്തെങ്കിലും കേടുകളെല്ലാം വരുന്നതിന് അതിലിടക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാനിത് ഇതിലൊഴിച്ചു. ഇത് കുടഞ്ഞു കൊടുക്കും. ഇനി എന്താ വെച്ചാൽ വലിയ കരിവേപ്പിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല, അതിന് കേടൊന്നുമില്ല. അതുകൊണ്ട് വലിയ കരിവേപ്പിലൊക്കെ ഒന്നും അത്ര പോരെ കഞ്ഞീൻ്റെ വെള്ളം, തൈരിൻ്റെ അത്ര തന്നെ കഞ്ഞീൻ്റെ വെള്ളം ഒന്നില്ലേ. പിന്നെ അത്ര പോരെ വെള്ളവും, പച്ചവെള്ളവും. അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഇത് നമുക്ക് അത്രേ വേണ്ടു. ആവശ്യമുള്ളത്ര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തു പോവുക, എല്ലാം സമമായിട്ട് എടുത്തു പോവുക. തൈരും പിന്നെ ഇതും എല്ലാം പിന്നെ കുറച്ചധികം എടുക്കുക. പച്ചവെള്ളവും കുറച്ച് എല്ലാം ഒരേപോലെ എടുത്താൽ മതി. തൈരായാലും ഇതായാലും എടുത്തുക. ഇതിപ്പം ഞാൻ ഈ ചെറുനാരങ്ങ, ഒരു മുറി ചെറുനാരങ്ങ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് എടുക്കും. ഒരു കപ്പ് കഞ്ഞീൻ്റെ വെള്ളവും ഒരു 500 വരെ പിന്നെ തൈരും എടുക്കുക. ഒരു 500 ലിറ്റർ വരെ പിന്നെ ഇതെടുക്കുക. കഞ്ഞീൻ്റെ വെള്ളം കുറച്ച് കൂടുതൽ എടുക്കുക. അതേപോലെ പച്ചവെള്ളം കുറച്ചും കൂടി കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, ഒരേപോലെ ഇതെല്ലാം കൂടി എടുക്കുക, ഒരുപോലെ എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിത് കലക്കി കുടഞ്ഞു കൊടുക്കുക വേണ്ടത്. അതിനിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇനി നമുക്ക് അടുത്തേക്ക് പോലെ കരിവേപ്പില കാണാൻ പോലെ നമ്മളിപ്പോൾ സമാസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 500 തൈരും 500 പിന്നെ കഞ്ഞിവെള്ളവും 500 പച്ചവെള്ളവും കൂടി എടുത്തിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് പ്രൂണിങ് ചെയ്യാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ കളിയെല്ലാം പറിച്ച് വൃത്തിയാക്കി ഇനിയിപ്പം ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കട്ടെ. എന്നാലേ ഇതിൻ്റെ അകത്ത് കണ്ട ഇതാ ഒരു പുഴുവുണ്ട്. ഇതാ കണ്ട, ഇതിൻ്റെ അകത്ത് വന്ന ഒരു പുഴുവാണ്. ഇത് കണ്ട, ഈ പുഴുവാണ് തിന്ന് നശിപ്പിക്കുന്നത്. കണ്ടോ, ഈ പുഴുവാണ് കരിവേപ്പില തിന്ന് നശിപ്പിക്കുന്നത്. കണ്ട, ഇത് തിന്നിട്ടാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ ഇമ്മലെല്ലാം ഇതിങ്ങനെ നല്ല പച്ചപ്പ് കാണും, ഇതിൻ്റെ മേലെ കയറി കൂടും. അതാണ് ഇതിൻ്റെ വിഷമം. ഇത് താഴെല്ലാം ഉണ്ട്. ഞാനിത് ബാക്കി പ്രൂണിങ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് കൂടുതൽ പടർന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടി പ്രൂണിങ് ചെയ്ത് ഇത് പച്ചക്കറിക്ക് തന്നെ നമുക്ക് എടുക്കാം. ഈ കരിവേപ്പില ഇത് പ്രൂണിങ് ചെയ്യട്ടെ. എന്നാൽ ഇത് വട്ടത്തിൽ വരും, കൂടുതൽ വളരൂല. കൂടുതൽ വളർന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനാൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തതാണ് അത് വളർന്നതായത്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതേപോലെ തന്നെ എല്ലാം മുറിച്ച് കളഞ്ഞ് ഞാൻ മുമ്പ് ഇങ്ങനെയാണ് കളഞ്ഞിട്ട് നല്ല ശരിക്കും നല്ലോണം വരുന്നുണ്ട്. കണ്ട, കരിവേപ്പില നല്ല വിശായി. പക്ഷേ ഇതിൻ്റെ അകത്ത് പുഴു തിന്നിട്ട് വേണ്ട, പുഴു തിന്നിട്ട് ഇല കളഞ്ഞിട്ട് വേണ്ട. ഇപ്പം ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇതെല്ലാം കയ്യായിരുന്നു. ഇത് കണ്ട, ഇതേപോലെ എല്ലാം വൃത്തിയായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് പച്ചക്കറിക്ക് എടുക്കാം. പച്ചക്കറിക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഈ കരിവേപ്പില. ഇതിപ്പം കണ്ടല്ലോ, ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ വഴിയെന്ന് വെച്ചാൽ ഞാൻ കുടഞ്ഞു കൊടുക്കട്ടെ. ഇത് ഞാൻ കുടഞ്ഞു കൊടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ അകവും പുറവും നല്ലപോലെ പുഴുവിന് നിൽക്കാൻ പറ്റരുത്, നല്ലപോലെ കുടയണം. അതിനാണ് ഞാൻ ഇത്തിരി എടുക്കുന്നത്, അല്ലെ ഇത്തിരി വേണ്ട. അടിച്ചു കൊടുക്കുന്നെങ്കിൽ അടിക്കുമ്പോൾ ഭയങ്കര കട്ടിയുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കട്ടി കുറച്ചിട്ട് അടിക്കണം. അപ്പോൾ അന്നേരം ഗുണം ഉണ്ടാവില്ല. വർഷകാലമല്ലേ, മഴ പെയ്താൽ പോയില്ലേ. അതുകൊണ്ട് ഈ പുഴുവെല്ലാം ഇറങ്ങിപ്പോകണം, പുഴുവെല്ലാം പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. കേട്ടോ, നല്ല വൃത്തിയിൽ വരും. ഇപ്പം തന്നെ വേഗം ഇതിനിടയ്ക്ക് ഞാൻ പ്രൂണിങ് ചെയ്തിട്ടാക്കിയതാണ്. ഇതിപ്പം നല്ല കരിവേപ്പില ഇഷ്ടം പോലെ വളരുന്നുണ്ട്. ഇനി എന്തായാലും നശിച്ചു പോവില്ല. അടിയിലും മേലും എല്ലാം ഉണ്ട് തൈ. കണ്ടോ, ഇതേപോലെ നല്ലപോലെ കുടഞ്ഞു കൊടുക്കും. നമ്മൾ സ്പ്രേ അടിച്ചാൽ ഇത്രയും ആവില്ല, അത്രയും ക്ലിയർ ആയിട്ടാണ് ഞാനിപ്പം മുക്കി കൊടുത്തില്ല. ചെറുതായതുകൊണ്ടാണേ, വലുതാണെങ്കിൽ നമുക്കിപ്പോൾ സ്പ്രേ അടിക്കാണ്ടാവില്ല. ഇപ്പം കണ്ടില്ല, തൈയെല്ലാം ഇഷ്ടം പോലെ വളരുന്നുണ്ട്. തൈക്കെല്ലാം അത്രേ വേണ്ടു. ഇനി ഇത് കണ്ട, ഇതെല്ലാം പുഴു വരുന്നുണ്ട്.
അപ്പോൾ ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിവേപ്പില നല്ല ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ കാട് പോലെ വളർത്താൻ വേണ്ടി കഴിയും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കണ്ടില്ലേ, ബാക്കി അതിൻ്റെ ചോട്ടിലങ്ങ് ഒഴിച്ചേക്കുക കേട്ടോ, ചോട്ടിലും കൂടി അങ്ങ് ഒഴിച്ചേക്കുക. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അതിലിടക്ക് എൻ്റെ ഒരു കപ്പ പൊരിഞ്ഞ് വീണ് പോയി. അതിലെന്താ ഉള്ളോ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അത് പൊരിഞ്ഞു പോയി കണ്ട. ഇതിലൊന്നും ഇല്ല കേട്ടോ. അയ്യോ, ഇതിലൊന്നും ഇല്ല, വണ്ണമൊന്നും വെച്ചില്ല, ആവുന്ന അത്ര വേണ്ട. ഇനി ഇത് പൊരിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉണ്ടോ, ഒന്നും വണ്ണം വെച്ചില്ല, ചെറുതത്രേ വേണ്ട, അത്രേ ആയിട്ടില്ലോ. ഇനിയിപ്പം പൊരിഞ്ഞു വീണത് പിന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒന്നും കിട്ടിയില്ല ഇന്ന്. ഇത് ഞാൻ ഇതിൻ്റെ നമ്മൾ കൊള്ളി കൊണ്ടല്ല നട്ടിന്, ഇത് ഇതിൻ്റെ അടിയിലൊരു മണ്ട കൊത്തിയ ആ മണ്ട എടുത്ത് നട്ടതാണ്. അപ്പോൾ അതിന് കിഴങ്ങ് ഉണ്ടാവില്ല കണ്ട, അതിന് കിഴങ്ങില്ല. അതാണത് അങ്ങനെ ഉണ്ടല്ലേ, ഇതോ ഒന്നുമില്ല. അതതിൻ്റെ മണ്ട എടുത്തിട്ടാണ് നട്ടിന്. ഈ അടിയിലെ കൊത്തിയതിൻ്റെ മണ്ട ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്, നട്ടു നോക്കിയതാണ്. ഇനി കുറച്ച് മണ്ണും എല്ലാം ഇട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ അതല്ല, ഇതങ്ങനെ ആ മണ്ട നട്ടുകൊണ്ട് കൊള്ളിയല്ല നട്ടിന്, അതാണ് അത് അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ആരും ഹൈപ്പ് ചെയ്യുന്നില്ല, ലൈക്ക് അടിക്കുന്നില്ല. എന്നെങ്കിലേ ഹൈപ്പ് കിട്ടുമല്ലോ. ഹൈപ്പിൻ്റെ ഓർമ്മയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.